വിശദമായ വാർത്തയിലേക്ക് കടക്കാം. കർണാടക മുഖ്യമന്ത്രി ആരെന്നതിൽ സസ്പെൻസ് തുടരുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ കണ്ടെത്താൻ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ചുമതലപ്പെടുത്തി MLA-മാരുടെ യോഗം പ്രമേയം പാസാക്കി. യോഗത്തിന് ശേഷം MLA-മാരെ നിരീക്ഷകരായ സുശീൽ കുമാർ ഷിൻഡെ, ദീപക് ബാബറിയ, ജിതേന്ദ്ര സിംഗ് എന്നിവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുകയാണ്. MLA-മാരുടെ അഭിപ്രായം ക്രോഡീകരിച്ചുള്ള റിപ്പോർട്ട് നാളെ ഡൽഹിയിൽ തിരിച്ചെത്തുന്ന നിരീക്ഷകർ ഖർഗെയ്ക്ക് കൈമാറും. MLAs की राय सुनेंगे, उनकी बात सुनेंगे, उसके बाद हाईकमांड को रिपोर्ट देंगे और हाईकमांड निर्णय लेगा और उचित निर्णय लेगा। और इसको क्योंकि सरकार को हमको ठीक ढंग से चलाना है और सर्वसम्मति से ये बाहर निकले. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനുമായി സമ്മർദ്ദം ശക്തം. വൊക്കലിംഗ സമുദായ നേതാക്കൾ DK ശിവകുമാറിനായി രംഗത്ത് വന്നപ്പോൾ OBC കുറുബ വിഭാഗങ്ങൾ രംഗത്തെത്തി. MLA-മാരുടെ യോഗം ചേർന്ന ഷാങ്ഗ്രില ഹോട്ടലിന് മുൻപിൽ ഇരു നേതാക്കളുടെയും അനുകൂലികൾ മുദ്രാവാക്യങ്ങളും വിളിച്ച് തടിച്ചുകൂടി. സിദ്ധരാമയ്യയും DK ശിവകുമാറും നാളെ ഡൽഹിക്ക് പോകും. ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖർഗെയുമായും സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ചർച്ച നടത്തും. ബുധനാഴ്ചയാകും മുഖ്യമന്ത്രി ആരെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. അന്തിമ തീരുമാനം ഹൈക്കമാൻഡാകും കൈക്കൊള്ളുകയെന്ന് മല്ലികാർജ്ജുൻ ഖർഗെയും വ്യക്തമാക്കിയിരുന്നു. മനു ഭരത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്നും. മനു, എന്തായാലും കർണാടകയുടെ മുഖ്യമന്ത്രി കസേരയിൽ ആരിയ്ക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ബുധനാഴ്ച വരെ കാത്തിരിക്കണം അല്ലെ? കർണാടകയുടെ മുഖ്യമന്ത്രി കസേരയിൽ ആരിരുന്നാലും പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്ന സൂചനയാണ് ഇന്നത്തെ ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്നത്. കാരണം ഇന്ന് ഈ നിയമസഭാ കക്ഷി യോഗം നടക്കുന്ന ഷാങ്ഗ്രില ഹോട്ടലിന് പുറത്ത് ജനക്കൂട്ടം തടിച്ചുകൂടി ഇരു വിഭാഗങ്ങളായി ചേർന്നു നിന്ന് ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം മുഴക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സിദ്ധരാമയ്യയുടെ അനുകൂലികൾ സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ എത്തുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്ത ഘട്ടത്തിൽ DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന ഒക്കലിംഗ വിഭാഗം അങ്ങോട്ടേക്ക് പ്രകടനം നടത്തുകയും അവിടെ അവർ പരസ്പരം ചേരി തിരിഞ്ഞു നിന്ന് സിദ്ധു DK എന്നിങ്ങനെ ഉദ്ഘോഷങ്ങൾ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. മാത്രവുമല്ല, ഈ യോഗത്തിനകത്ത് ഒരു ആരെയെങ്കിലും ഒരാളെ തെരഞ്ഞെടുക്കാൻ MLA-മാർക്ക് കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ അത് ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിടുന്നു എന്നത് തന്നെ ഇതിൽ ഒരു ഏകാഭിപ്രായമില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. കോൺഗ്രസ് മറ്റു പലയിടങ്ങളിൽ നേരിടുന്ന രീതിയിലുള്ള സമാനമായ പ്രശ്നം കർണാടകയിലും വരുന്നു. ഇവിടെ കർണാടക പ്രദേശ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ DK ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ശക്തമായി വരുന്നു. അത് വൊക്കലിംഗ സമുദായത്തിന്റെ പിന്തുണയോടുകൂടി വരുന്നു. വൊക്കലിംഗ സമുദായം ഇന്ന് അവരുടെ യോഗം ചേർന്നു. ആത്മീയാചാര്യന്മാർ രൂക്ഷമായ ഭാഷയിലാണ് ഈ DK ശിവകുമാറിനെ പരിഗണിക്കുന്നില്ല എന്ന കാര്യത്തോട് പ്രതികരിച്ചത്. വൊക്കലിംഗ സമുദായത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ ഘട്ടങ്ങളിലെല്ലാം കർണാടകയിൽ വലിയ വികസനം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ച സാമുദായിക നേതാക്കൾ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യം കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയോടും ആവശ്യപ്പെട്ടു. ആത്മാഭിമാനം വ്രണപ്പെട്ടാൽ അടങ്ങിയിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി ഒക്കലിംഗ സമുദായം നൽകുന്നു. അതേസമയം ലിംഗായത്തുകൾ കൂടുതലും പിന്തുണയ്ക്കുന്നത് സിദ്ധരാമയ്യയാണ്. ഈ തർക്കത്തിൽ അവർക്ക് പങ്കില്ലെങ്കിലും അവരുടെ പിന്തുണ സിദ്ധരാമയ്യയാണ്. അവർ കൂടുതലും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണ് പിടിമുറുക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗവും സമാനമായ രീതിയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കോൺഗ്രസ് വിജയത്തിന്റെ കാരണം ന്യൂനപക്ഷങ്ങൾ നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് എന്ന് മുസ്ലിം സമുദായം അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലെ വളരെ പ്രസക്തമായ ഒരു പദവി തങ്ങൾക്ക് വേണം എന്ന ആവശ്യം അവിടെ നിന്നും ഉയരുന്നുണ്ട്. അതേസമയം സിദ്ധരാമയ്യയെ OBC വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് 100ഓളം പേർ സിദ്ധരാമയ്യയെ പിന്തുണയ്ക്കുന്നു എന്നാണ് സിദ്ധരാമയ്യ അനുകൂല പക്ഷത്തിന്റെ നിലപാട്. അപ്പോൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഒരു വലിയ വെല്ലുവിളി നേരിടുകയാണ്. സാമുദായിക
താല്പര്യങ്ങളെ സംരക്ഷിച്ചാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ പ്രധാനമായും നേരിട്ടത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടമെത്തുമ്പോൾ വരെ എല്ലാ സമുദായങ്ങളെയും ചേർത്ത് പിടിക്കുന്ന രീതി കോൺഗ്രസ് നടപ്പിലാക്കി. പക്ഷേ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഒരു വെല്ലുവിളിയിലെത്തി നേരിടുന്നു. ആരെ ഇനി മുഖ്യമന്ത്രിയാക്കും എന്ന ചോദ്യം അവർക്ക് മുന്നിൽ നിൽക്കുന്നു. അത് മാത്രമല്ല മനു, അതായത് ഈ വിജയത്തിളക്കത്തിന് അങ്ങനെ ഏൽപ്പിക്കാതെ വേണം മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ഒക്കെ ഹൈക്കമാൻഡിന് കണ്ടെത്താൻ. അത് മനു പറഞ്ഞതുപോലെ തന്നെ ഒരു വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ചും നിലവിൽ ഇത്തരത്തിൽ രണ്ട് ചേരികളായി തിരിഞ്ഞ് ഉള്ളൊരു അണികളൊക്കെ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അല്ലെ, സ്വാഭാവികമായും കോൺഗ്രസ് നേടിയ ഒരു തിളക്കമാർന്ന വിജയം അതിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലേക്ക് ചേരിപ്പോര് ഉണ്ടായാൽ വരും എന്ന് കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വം കരുതുന്നു. മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഊർജ്ജമായാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ കോൺഗ്രസ് വിലയിരുത്തുന്നത്. അപ്പോൾ അതിനുശേഷം ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ ഇനി വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും ഇത് പ്രതിഫലിക്കും. സംസ്ഥാനങ്ങൾ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കാൻ പിന്നീട് വോട്ടർമാർക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഇതെല്ലാം അത് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു തവണ പോലും, ഒരൊറ്റ തവണ പോലും മുഖ്യമന്ത്രി കസേരയെ കുറിച്ചോ മുഖ്യമന്ത്രി പദവിയെ കുറിച്ചോ DKയോ അല്ലെങ്കിൽ സിദ്ധരാമയ്യയും ഒന്നും ഒരക്ഷരം പോലും മിണ്ടിയ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടുന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, വലിയ തിളക്കമാർന്ന മധുരമാർന്ന വിജയം കോൺഗ്രസ് സ്വന്തമാക്കി. അതിനുശേഷം ഇപ്പോൾ അണികൾ തമ്മിലുള്ളൊരു വാക്തർക്കത്തിലേക്കൊക്കെ സാഹചര്യങ്ങൾ എത്തുമ്പോൾ ഇതിൽ ആരെങ്കിലും, അതായത് DKയോ അല്ലെങ്കിൽ സിദ്ധരാമയ്യോ എന്തെങ്കിലും ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടോ? അവരെന്തെങ്കിലും പറയുന്നുണ്ടോ ഈ ഒരു വിഷയത്തിൽ? ഇല്ല, അവര് രണ്ടുപേരും പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറാവുകയുമില്ല. ഏതായാലും ഈ ഘട്ടത്തിൽ അതിനൊന്നും തയ്യാറാവില്ല. DK പറഞ്ഞത് താൻ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനിയും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത്. പക്ഷെ ആ നിലപാടല്ല അദ്ദേഹം പുറത്തെടുക്കുന്നത്. വക്കലിംഗകൾ ഈ വിഷയം ശക്തമായി ഉന്നയിക്കുമ്പോൾ അതിന് പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് DK സ്വീകരിക്കുന്നത്. DK ശിവകുമാർ വക്കലിംഗകളോട് തനിക്കിതിൽ താല്പര്യമില്ല എന്ന് പറയുന്നില്ല. വക്കലിംഗ സമുദായം ശക്തമായി DKയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അതിൽ രാഷ്ട്രീയം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം മുൻ BJP മന്ത്രി ആയ സുധാകർ പോലും ഈ ഘട്ടത്തിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം വക്കലിംഗ സമുദായം ഉന്നയിക്കുമ്പോൾ അതിന് ഏറ്റവും അധികം പിന്തുണയുമായി നൽകി മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഛത്തീസ്ഗഡിലുള്ള ഭൂപേഷ് ബാഗൽ അതുപോലെ ആരോഗ്യമന്ത്രി TS സിംഗ് തമ്മിലുള്ള തർക്കം പോലെ, രാജസ്ഥാനിലുള്ള ഗെലോട്ട് പൈലറ്റ് തർക്കം പോലെ കർണാടകയിലും ഈ തർക്കം നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അവർ രണ്ടുപേരും വളരെയധികം സംയമനം പാലിക്കുകയും വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ അവരുടെ യഥാർത്ഥ അവകാശവാദങ്ങളുമായി വീണ്ടും മുന്നോട്ട് വരികയാണ്. വക്കലിംഗകൾ പ്രധാനമായി ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നയിച്ചതും എല്ലാം DK ശിവകുമാറാണ്. ആ DK ശിവകുമാറിനെ തന്നെ ഈ സർക്കാരിനെ നയിക്കാനും ചുമതലപ്പെടുത്തണമെന്നാണ് അവരുടെ ആവശ്യം. പക്ഷെ അവർക്ക് 21 MLA-മാരാണ് വക്കലിംഗ സമുദായത്തിനുള്ളത്. അതേസമയം ലിംഗായത്തുകൾക്ക് 34 MLA-മാരുണ്ട്. അപ്പൊ സ്വാഭാവികമായി ലിംഗായത്തുകളുടെ പിന്തുണ ശിവകുമാറിനില്ല. അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ വലിയ പിന്തുണ സിദ്ധരാമയ്യയ്ക്കാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ ഒരു പിന്തുണ കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക എന്നത് അസാധ്യമാകുന്നു. ഇപ്പോഴും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് അത് സിദ്ധരാമയ്യയുടേത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡും ആ ഒരു പേരിലേക്ക് എത്തുകയാണെങ്കിൽ നാളെ ഒരു പക്ഷേ അണികൾ രംഗത്തിറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും ശിവകുമാറിന്റെ അണികൾ രംഗത്തിറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം അവരും അംഗീകരിക്കാനുള്ള സാധ്യതയാണോ ഉണ്ടാവുക സിദ്ധരാമയ്യ ആണെങ്കിൽ? പ്രവർത്തകരുടെ അപ്പുറത്തേക്ക് ഒരു സമുദായം തന്നെ ശക്തമായി കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇന്ന് ഈ വക്കലിംഗ സമാജം ഇതിനെ യോഗം ചേരുകയും അവരുടെ ആത്മീയാചാര്യന്മാരെല്ലാം വ്രണപ്പെട്ടാൽ വെറുതെ ഇരിക്കില്ല എന്ന ശക്തമായ ഒരു സന്ദേശമാണ് പുറത്തുവിടുന്നത്. മാത്രവുമല്ല ഇത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇതിനുവേണ്ടി എല്ലാം പ്രയത്നിച്ചത് DK ശിവകുമാറാണ്. അപ്പൊ അത്തരത്തിൽ ഒരാളെ അവഗണിക്കുന്നത് വക്കലിംഗ സമുദായത്തെ അവഗണിക്കുന്നു എന്നതിന് തുല്യമായാണ് അവർ കാണുന്നത്. അപ്പോ സ്വാഭാവികമായും പ്രത്യേകിച്ച് ഈ ഓൾഡ് മൈസൂർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ കല്യാൺ കർണാടകയിലൊക്കെ ഉണ്ടായിട്ടുള്ള നേട്ടം, അത് വക്കലിംഗ സമുദായം പറയുന്ന മൈസൂരുവിൽ ഉണ്ടായിട്ടുള്ള നേട്ടം പൂർണ്ണമായും അവർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ ആ ഒരു ജനതാദളിൽ നിന്ന് അടർന്നു പോകുന്ന വോട്ടുകൾ BJP-യിലെത്താത്ത കോൺഗ്രസിലെത്തിച്ചത് സമുദായത്തിന്റെ കരുത്താണ്. അത് തുടരണമെങ്കിൽ DK ശിവകുമാറിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകണം എന്നതാണ്
ഏതായാലും നാളെ ഡി കെ ശിവകുമാർ മനു ഒരു കാര്യം കൂടി, അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് വലിയ നാടകീയ സംഭവ വികാസങ്ങൾക്കൊക്കെ കർണാടക വേദിയായിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മത്സരഫലം വന്നതിന് ശേഷം ഇപ്പോഴും നാടകീയ സംഭവങ്ങൾക്കൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ആ സംഭവങ്ങളിലേക്കാണ് കർണാടക പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ BJPയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ, പ്രത്യേകിച്ചും ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ? BJP സ്വാഭാവികമായും ഇത് ഈ ഘട്ടത്തിൽ കൈകെട്ടി നോക്കി നിൽക്കുകയാണ്. ഇവർ തമ്മിലടി നല്ല ശക്തിയായി മുറുകട്ടെ എന്നതാണ് BJPയെ മുന്നിലുള്ള ഒരു ഘട്ടം. കാരണം പരാജയത്തിന് ശേഷം പാർട്ടി അതിന്റെ നയങ്ങൾ പരിശോധിക്കുകയും തിരുത്തൽ വരുത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണ് BJP. പക്ഷെ BJP ഇപ്പോൾ സ്വാഭാവികമായി മാറി നിൽക്കുകയാണ്. അവർ എടുക്കേണ്ട നടപടികളിലേക്കൊന്നും കടക്കുന്നില്ല. അതിനും കുറെ കൂടെ സാവകാശം കൊടുക്കുകയാണ്. കോൺഗ്രസിനകത്തുള്ള ഈ അടി ജനങ്ങൾ തിരിച്ചറിയട്ടെ എന്നതാണ് BJPയുടെ ഒരു നിലപാട്. അത് കൂടുതൽ മൂർച്ഛിക്കുന്നതുവരെ അതിൽ അഭിപ്രായം പറയാതിരിക്കുക എന്നതാണ് BJP എടുക്കുന്ന നിലപാട്. അത് ശക്തമാകുന്ന ഒരു ഘട്ടത്തിൽ BJP നിലപാടുമായി മുന്നോട്ട് വരും. ഈ നാളെ ഡി കെ ശിവകുമാറിന്റെ പിറന്നാളാണ്. അദ്ദേഹത്തിന് ഒരു പിറന്നാൾ സമ്മാനം കോൺഗ്രസ് നൽകും. ഇത്രയും കഷ്ടപ്പെടുകയും ജയിലിൽ വരെ പോവുകയും ഒക്കെ ചെയ്ത ഡി കെ ശിവകുമാറിന് ഒരു പിറന്നാൾ സമ്മാനം കോൺഗ്രസ് നൽകും എന്നാണ് ഡി കെ ശിവകുമാറിനെ അനുകൂലിക്കുന്ന വിഭാഗം ആവശ്യപ്പെട്ടത്. പക്ഷേ നാളെ ആ പിറന്നാൾ സമ്മാനം ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ ഈ പ്രതിഷേധം ശക്തമായി വരും. മാത്രമല്ല ഈ നേരത്തെ ഈ വക്ലിംഗ സംഘയുടെ യോഗം ഇവിടെ കർണാടകയിൽ ചേർന്നപ്പോൾ അതിൽ ആത്മീയാചാര്യന്മാർ വളരെ ശക്തമായ നിലപാടാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കൈയും കെട്ടി നോക്കി ഇരിക്കാനാകില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണമുണ്ടാവും. അത് കോൺഗ്രസിനെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി എങ്ങനെ ബാധിക്കും എന്നത് ഒരു വിഷയമാണ്. മറ്റൊന്ന് ഇനി ലിംഗായത്തുകളുടെ ഒരു സമീപനം എന്തായിരിക്കും, അതിൽ ജഗദീഷ് ഷട്ടാറെ ഉൾപ്പെടുത്തി ഒരുപക്ഷെ ആ പ്രശ്നം പരിഹരിക്കാൻ ഒക്കെ കോൺഗ്രസിന് കഴിഞ്ഞേക്കും. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം എന്നത് ഇനി കോൺഗ്രസിന് മുന്നിലുള്ള ഏക വഴി രണ്ടുപേർക്കും പകുത്തു നൽകുക എന്നതാണ്. അത് ഈ സിദ്ധരാമയ്യ എത്രമാത്രം സമ്മതിക്കും എന്നതാണ് ഒരു വിഷയം. അങ്ങനെ സമ്മതിച്ചാൽ തന്നെ അതിൽ ആര് ആദ്യം മുഖ്യമന്ത്രിയാകുമെന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കർണാടകയിൽ നമുക്കറിയാം നേരത്തെ 2006 ഒരു അനുഭവം ഉണ്ട് കർണാടകയ്ക്ക്. അത് BJPയും HD കുമാരസ്വാമിയും തമ്മിലായിരുന്നു. ആദ്യം കുമാരസ്വാമി ആയതിനു ശേഷം 2 വർഷം കഴിയുമ്പോൾ BJPക്ക് അധികാരം കൈമാറാം എന്ന നിലപാടായിരുന്നു. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി. അപ്പൊ സ്വാഭാവികമായി അങ്ങനെ ഒരു ചതി പറ്റിയ ഒരു ചരിത്രം ഇവിടെയുണ്ട്. അതുകൊണ്ട് അതിൽ 2 വർഷം കഴിയുമ്പോൾ 2.5 വർഷം കഴിയുമ്പോൾ സ്ഥാനം വിട്ടുകിട്ടിയാൽ അപ്പോൾ സ്വീകരിച്ചു കൊള്ളാമെന്ന നിലപാട് ഒരുപക്ഷെ ഡി കെ ശിവകുമാർ അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം 2.5 വർഷം കഴിയുമ്പോൾ സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചമാണ്, ഇനിയും മാറേണ്ട കാര്യമില്ല എന്നൊരു നിലപാട് സിദ്ധരാമയ്യ സ്വീകരിക്കുമെന്ന് ഡി കെ പക്ഷം ശക്തമായി വിശ്വസിക്കുന്നു. അങ്ങനെ വന്നാൽ തങ്ങൾ വീണ്ടും വഞ്ചിക്കപ്പെടും. അതുകൊണ്ട് ആരാദ്യം വരണം, ആരാദ്യം ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ വീണ്ടും തർക്കം ഉടലെടുക്കും. അപ്പൊ 2.5 വർഷം പകുത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ആ ഒരു നീക്കമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുന്നിൽ ഒരുപക്ഷെ ഏറ്റവും ഒടുവിലത്തെ ഒരു പോംവഴിയായി ഉണ്ടാവുക. അല്ലാത്ത പക്ഷം ഡി കെ ശിവകുമാറിനെ അനുനയിപ്പിക്കാൻ മറ്റ് എന്തെങ്കിലും കൂടുതൽ വലിയൊരു മാർഗം കോൺഗ്രസ് കണ്ടെത്തേണ്ടി വരും. അത് മല്ലികാർജുൻ ഖാർഗെ എന്ത് പറയുന്നു എന്ന് കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിശോധിക്കും. കാരണം ഖാർഗെ കർണാടകത്തിൽ നിന്നുള്ള ഒരാളാണ്, കർണാടകയുടെ മനസ്സറിയുന്ന ആളാണ്, കന്നഡിക താല്പര്യങ്ങൾ അറിയുന്ന ഒരാളാണ്. അദ്ദേഹം എന്ത് ദീർഘകാലത്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തി. അപ്പൊ അദ്ദേഹം എന്ത് നിലപാട് എടുക്കുന്നു എന്നത് നിർണായകമാണ്. മാത്രവുമല്ല ഈ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുമ്പോൾ എന്ത് നിലപാട് ഈ 2 നേതാക്കളും സ്വീകരിക്കും, എത്രമാത്രം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവും എന്നൊക്കെയുള്ളൊരു ചോദ്യം. ഇപ്പോഴത്തെ ഒരു ചിത്രം നമ്മൾ മനസ്സിലാക്കുന്ന വിട്ടുവീഴ്ചകൾക്ക് 2 ഭാഗത്തു നിന്നും സാധ്യതയില്ല. പ്രത്യേകിച്ച് സിദ്ധരാമയ്യയുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അദ്ദേഹം ഇത് തന്റെ അവസാനത്തെ അവസരമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. അപ്പൊ അവസാനത്തെ അവസരത്തിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. മാത്രവുമല്ല അദ്ദേഹത്തിന് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. സിദ്ധരാമയ്യയെ ഒഴിവാക്കുക എന്നൊരു രീതി വന്നാൽ പിന്നോക്ക വിഭാഗങ്ങൾ പൂർണ്ണമായും കോൺഗ്രസിനെ വിട്ടുപോകും എന്നത് ആണ് മറ്റൊരു വലിയ വിഷയം. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം മെറിഞ്ഞ സംസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ച കിങ് മേക്കർ എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഡി കെ ശിവകുമാറാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചാണക്യൻ സിദ്ധരാമയ്യയാണോ കർണാടകയുടെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുക എന്നതറിയാൻ ഇനി ബുധനാഴ്ച വരെ കാത്തിരിക്കണം. എന്തായാലും വലിയ നാടകീയ സംഭവ വികാസങ്ങളൊക്കെയാണ് ഇപ്പോൾ കർണാടകയിൽ അരങ്ങേറുന്നത്. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്.
എം.വി. ഗോവിന്ദന് മറുപടിയുമായി ലീഗ് നേതാവ് കെ.എം. ഷാജി. യു.ഡി.എഫിന്റെ നട്ടെല്ലാണെന്ന പരാമർശം അംഗീകാരമാണെന്നും എന്നാൽ ലീഗിനെ ഇടതുപക്ഷത്തിന് നട്ടെല്ലാക്കാമെന്ന പൂതി മനസ്സിൽ വെച്ചാൽ മതിയെന്നും ഷാജി പറഞ്ഞു. ബിജെപിക്കെതിരെ ഒന്നിക്കണമെന്ന സിപിഎമ്മിന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയില്ല. അവരാണ് ആരുമായും ഒന്നിക്കാത്തത്. കോൺഗ്രസ് നിലപാടുകളെ പലപ്പോഴും വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് ലീഗ്. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. സിപിഐ പോലെ പറഞ്ഞത് കേട്ടുനിൽക്കുന്ന പാർട്ടിയല്ലെന്ന് മനസ്സിലാക്കി വേണം മുന്നണിയിലേക്ക് ക്ഷണിക്കാനെന്നും കെ.എം. ഷാജി പറഞ്ഞു. യു.ഡി.എഫിന്റെ നട്ടല് മുസ്ലിം ലീഗാണെന്ന് പറയുന്നത് ഞങ്ങളൊരു കോംപ്ലിമെന്റ് എടുക്കുകയാണ്. പക്ഷെ അത് ഇടതുപക്ഷത്തിന് നട്ടലാക്കണം എന്നുള്ള മൂപ്പരെ പുതിയ മനസ്സിലാച്ചാൽ മതി. അത് മനസ്സിലാച്ചാൽ മതി. സിപിഎമ്മിനും മന്ത്രി വി അബ്ദുറഹിമാനുമെതിരെ ലീഗ് നേതാവ് കെ.എം. ഷാജി. സിപിഎം തന്നെ വേട്ടയാടുകയാണെന്നും പിണറായിക്കെതിരെ ആര് ശബ്ദിച്ചാലും അവരെ കേസിൽ കൊടുക്കുന്നതാണ് രീതിയെന്നും ഷാജി പറഞ്ഞു. മോദിയുടെ അതേ രീതിയാണ് പിണറായിക്കെന്നും ഷാജി പ്രതികരിച്ചു. മന്ത്രി വി അബ്ദുറഹിമാൻ ഗുണ്ടാഭാഷയിലാണ് സംസാരിക്കുന്നതെന്നും അത് മന്ത്രി വീട്ടിൽ കാണിച്ചാൽ മതിയെന്നും ഷാജി പ്രതികരിച്ചു. ദുബായിൽ ഡ്രൈവറില്ലാത്ത അബ്രകൾ വരുന്നു. ഓട്ടോണമസ് ഇലക്ട്രിക് ബോട്ട് യാത്ര പ്രഖ്യാപിച്ച ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 8 യാത്രക്കാരെ വഹിക്കാനാകുന്ന പരമ്പരാഗത ഇലക്ട്രോണിക് അബ്രകളാണ് RTA ഒരുക്കിയിരിക്കുന്നത്. ഡ്രൈവറില്ല വാഹനങ്ങളുടെ കാലത്ത് ദുബായിൽ ഇനി ഡ്രൈവറില്ല അബ്രകളും ഉണ്ടാകും. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക് അബ്രകൾ എത്തിച്ചിരിക്കുന്നത്. പരമ്പരാഗത അബ്രകളുടെ മാതൃകയിലാണ് പുതിയ ഇലക്ട്രോണിക് അബ്രകളും. ബോട്ടിലെ റഡാറുകളും ക്യാമറകളും ഉപയോഗപ്പെടുത്തിയാണ് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുക. ഒരേ സമയം 8 യാത്രക്കാർക്കാണ് ഇലക്ട്രോണിക് അബ്രകളിൽ സഞ്ചരിക്കാനാവുക. RTAയുടെ അൽ ഗർഹൂത്ത് മറൈൻ മെയിന്റനൻസ് കേന്ദ്രത്തിൽ ഇലക്ട്രോണിക് അബ്രകൾ തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. ആദ്യഘട്ടത്തിൽ അൽ ജദ്ദാഫിൽ നിന്ന് ദുബായ് ക്രീക്കിലെ ഫെസ്റ്റിവൽ സിറ്റി സ്റ്റേഷനിലേക്കാണ് സർവീസ്. കാർബൺ ബഹിർഗമനം കുറച്ച് പരിസ്ഥിതി സൗഹൃദമാക്കാൻ പദ്ധതി ഉപകരിക്കുമെന്ന് RTA ചെയർമാൻ മാദർ അൽ തായർ പറഞ്ഞു. 30% വരെ മെയിന്റനൻസ് ചെലവ് കുറയ്ക്കാനും പുതിയ ഇലക്ട്രോണിക് ബോട്ടിന് കഴിയും. ഡീസൽ പവർ മോഡലുകളെ അപേക്ഷിച്ച് ശബ്ദ മലിനീകരണവും ഉണ്ടാകില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയാണ് ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് 18 ദുബായ്.